എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിലെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നോക്കുമ്പോൾ ആര്യന്റെ പ്രകടനം ആണ് ശ്രദ്ധയിൽപ്പെടുന്നത്. കാരണം ഇന്നലെ ആര്യൻ റെന ഫാത്തിമയുടെ കൂടെ ഒരു കോംബോ സൃഷ്ടിക്കാൻ നോക്കിയതുപോലെ തന്നെ ഇന്ന് ആദില നൂറയുടെ അടുത്താണ്. ആദിലയും നൂറയും ഒരു കോണ്ടസ്റ്റന്റ് ആണ് എങ്കിലും നമ്മൾ കാണുന്നത് രണ്ടുപേരായിട്ട് ആണല്ലോ. ഇവരുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ എന്ന പേരിലാണ് സംസാരം എങ്കിലും ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാം അത് എന്തിനു വേണ്ടിയുള്ള നീക്കങ്ങളാണെന്ന്. കാരണം ആര്യൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് ആദിലയും നൂറയും ഇഷ്ടമാണ്. അങ്ങനെയുള്ള സംസാരം അരോചകമായി തോന്നാം എങ്കിലും ഇത് ഒരു ട്രയാങ്കിൾ ലവ് കണക്ഷൻ തുടങ്ങാൻ ഉള്ള ഒരു ആരംഭം ആയിട്ടാണ് തോന്നുന്നത്. ഇന്നലെ തന്നെ അനീഷിന്റെ സംസാരത്തിൽ നിന്ന് ആദിലയും നൂറയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നിരുന്നു. അതിനിടയിൽ ഇനി ഇത് കൂടി വന്നാൽ ഗെയിം ചേഞ്ച് ആകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ കോണ്ടസ്റ്റന്റ് ആയിട്ട് ബിഗ് ബോസിലേക്ക് കടന്നുവരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്നൊന്നും ബിഗ് ബോസ് പുറത്താക്കാനും സാധ്യതയില്ല. കാരണം അത് ബിഗ് ബോസിനും ഒരു പ്രിവിലേജ് ആയിട്ടുള്ള കാര്യമാണ് ഒരു വെറൈറ്റി കോണ്ടസ്റ്റന്റിനെ കൊണ്ടുവരിക എന്നത്. കൂടാതെ അവർക്കും ഇത് വളരെ നല്ലൊരു അവസരം കൂടിയാണ്. എന്തു തന്നെയായാലും അവർ വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ രണ്ടുപേരും പിരിഞ്ഞിട്ടാവും. മറ്റൊരു പക്ഷേ വെൽ പ്ലാനേഡ് ആയിട്ട് മുന്നോട്ട് പോയി കൂടുതൽ ദിവസങ്ങൾ സർവൈവ് ചെയ്യാനും കഴിയും. എന്നാൽ ഇവിടെ ആര്യന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലവ് കോംബോ പിടിച്ചാൽ മാത്രമേ തനിക്ക് ബിഗ് ബോസിൽ സർവൈവ് ചെയ്യാൻ സാധിക്കൂ എന്ന് ആര്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടിൽ ആണ് ആര്യൻ. ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നൊന്നും ഇല്ല, എത്രയും പെട്ടെന്ന് ഒരു കോംബോ മതി എന്ന ധാരണയാണ് എന്ന് തോന്നുന്നുണ്ട്. മറ്റു സീസണിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാവാം ആര്യൻ ഈ ഒരു സ്ട്രാറ്റജി ഇറക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ബിഗ് ബോസിനും ആര്യനെ കൊണ്ടുവന്നതിനു ഇങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജി ആദ്യമേ കാണുമായിരിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.